KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ സംഘടനാ നടപടി. തൽസ്ഥാനത്ത് നിന്നും നെസ്ഫലിനെ KSU സംസ്ഥാന കമ്മിറ്റി പുറത്താക്കി. ഓഡിയോ സന്ദേശത്തിനു പിന്നിൽ നെസ്ഫലാണെന്ന് കേസിലെ പ്രതികൾ നൽകിയ പരാതിയിലാണ് നടപടി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ 3 KSU നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ചർച്ചകൾക്കൊടുവിൽ വാദിയും പ്രതികളും ഒന്നായതിനു ശേഷമാണ് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നെഫ്സലാണെന്ന് പ്രതികളായവർ ആരോപിച്ചത്. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി നെഫ്സലിനെ സ്ഥാനത്തു നിന്നും പുറത്താക്കി. ആഷിഖ് ബൈജു തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ഒരു യുവതി പറയുന്ന ഓഡിയോ സന്ദേശമാണ് സംഭവങ്ങളുടെ തുടക്കം. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർ ഈ സന്ദേശം അയച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതിക്കാരനായ ആഷിഖ് ആദ്യഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞത്. സംഭവം വിവാദമായപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലോടെ പ്രതികളും പരാതിക്കാരനും ഒത്തുചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പിന്നിൽ മറ്റൊരു ജില്ലാ നേതാവാണെന്ന ആരോപണം ഉയർന്നത്. അതേസമയം വാദിയുടെയും പ്രതികളുടെയും നീക്കത്തിനെതിരെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നെഫ്സൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാനാണ് സാധ്യത. തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ലെന്നും തെളിവ് പുറത്തു വിടണമെന്നുമാണ് നെഫ്സലിന്റെ വെല്ലുവിളി. വിദ്യാർത്ഥി സംഘടനയിലെ ചേരിപ്പോര് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും അവമതിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ജനം, കൊല്ലം.